നമ്മൾ ഇന്ന് കഴിക്കുന്നതൊക്കെ നമ്മുടെ മുൻഗാമികൾ കുഴിച്ചിട്ടുണ്ടാക്കിയത് കൊണ്ടല്ലേ. ഇനി ഇന്ന് നമ്മൾ കുഴിച്ചിടണം. നമ്മുടെ കമ്മിങ് ജനറേഷന് കഴിക്കാനുള്ളത് ഇന്ന് കുഴിച്ചിടേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഈ തത്വമാണ് ഇന്ന് ലോകത്ത് സസ്റ്റൈനബിൾ എനർജി എന്നും സസ്റ്റൈനബിൾ റിസോഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു തത്വമായി ഐക്യരാഷ്ട്രസഭ വരെ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ തത്വമാണ് നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയിൽ അവലംബിച്ചിരിക്കുന്നത് എന്ന് അത്തരം മേഖലയിലേക്ക് ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ സ്വന്തം കാര്യം മാത്രം നോക്കിയിരുന്നെങ്കിൽ ഈ മർക്കസു സഖാഫത്തി സുന്നിയ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അല്പം കൂടി വിശ്രമിക്കണം എന്ന് കരുതിയിരുന്നെങ്കിലും ഇന്നത്തെ വളർച്ചയിൽ അത് എത്തുമായിരുന്നില്ല. ആകെയുള്ള മകനെ എവിടെയെങ്കിലും പറഞ്ഞയച്ച് അവൻ ബിൽഗേറ്റ്സിനെ പോലെ ആകണം എന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്വിറ്ററിന്റെ മുതലാളിയെ പോലെ ആകണമെന്നോ ഒക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഉസ്താദിന് കഴിയുമായിരുന്നു. പക്ഷേ താൻ വന്ന വഴിയിലൂടെ തന്നെ മകനെ വളർത്തണം, തന്നെക്കാൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മകനാകണം എന്ന നീയത്തോടെ പ്രാർത്ഥനയോടെ ആ രീതിയിൽ തയ്യാറാക്കിയപ്പോൾ മർക്കസു സഖാഫത്തി സുന്നിയക്ക് കീഴിൽ നോളജ് സിറ്റി എന്നത് പണം തട്ടിപ്പാക്കാനുള്ള കേവലം ചെപ്പടി വിദ്യയാണ് എന്ന് പറഞ്ഞവർക്ക് പോലും ഇതെന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് അത്ഭുതപ്പെടാൻ പോലും മാത്രമേ ഇന്ന് സാധിക്കുന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഷെയ്ഖുനായുടെ ആത്മാർത്ഥത, ഡോക്ടർ അബ്ദുൽ ഹക്കീം ഉസ്താദ് അവരുടെയും കൂടെ നിൽക്കുന്നവരുടെയും ഒക്കെ അതിനേക്കാൾ മുൻഗണനയായി ഞാൻ പറയുന്നത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്. ഇതുകൊണ്ട് അൽഹംദുലില്ലാഹ് വളരെ വലിയൊരു നേട്ടം ഈ ഉമ്മത്തിനുണ്ടായി. ആ നേട്ടം വൈജ്ഞാനികമാണ്, സാമൂഹികമാണ്, സാംസ്കാരികമാണ്. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിനുവേണ്ടി ഇത്തരം നല്ല സംരംഭങ്ങളുമായി നിങ്ങളെല്ലാവരും പരമാവധി സഹകരിക്കണം. നമ്മൾ ഇന്ന് കുഴിച്ചിടുന്നത്, നമ്മൾ ഇന്നുണ്ടാക്കുന്ന മദ്രസയും സ്കൂളുകളും കോളേജുകളും അതേപോലെ തന്നെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും നമ്മുടെ ലോ കോളേജും നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജും നമ്മുടെ യുനാനി മെഡിക്കൽ കോളേജും അല്ലാത്തതും ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ലിമിറ്റഡ് ഏരിയയെ മാത്രം കണ്ടുകൊണ്ടല്ല, വലിയ ഒരു ലോകത്തെ കണ്ടുകൊണ്ടുള്ളതാണ്. 2 ആഴ്ച മുമ്പ് ഷെയ്ഖുനാക്ക് പോകാൻ സാധിക്കാത്തതിനാൽ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന് പോകാൻ ഈ ഉള്ളവന് ഭാഗ്യം ലഭിച്ചു. ലോകത്തുള്ള പല പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും സംബന്ധിച്ച ആ പരിപാടിയിൽ നമ്മുടെ കേരള മോഡൽ ഓഫ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ എന്ന വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരുപാട് സംഘങ്ങൾ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, അവർ ശൈഖുന AP ഉസ്താദിനെ കണ്ടവരുണ്ട്, ചിലരൊക്കെ ഉസ്താദിനെ പറ്റി വായിച്ചറിഞ്ഞവരുണ്ട്, കേട്ടറിഞ്ഞവരുണ്ട്. സമ്മേളനങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഈജിപ്തിലും മറ്റും ഒരുമിച്ച് കൂടിയവരുണ്ട്. അവർക്കൊക്കെ മർക്കസ് വരണം, കണ്ടു വന്ന് കാണണം, ശൈഖുനായോട് ആശീർവാദം വാങ്ങണം, നോളജ് സിറ്റി കാണണം. എന്നിട്ട് ഈ നോളജ് സിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ അവിടെയൊക്കെ അത്തരം സംരംഭങ്ങൾ സാധ്യമാകുമോ എന്നത് അന്വേഷിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ വൈകാതെ തന്നെ വരാൻ തയ്യാറാവുകയാണ് എന്ന് അവരവിടെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, ദീനിന്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞത് അത് തന്നെയല്ലേ. ഇന്ന് 2ാമത്തെ റക്അത്തിൽ ഖത്തീബ് ഓതിയത് സൂറത്തുൽ മുനാഫിഖൂനയാണ്. അദ്ദേഹം ഉറക്ക ഓതിയതിൽ പെട്ടിട്ടില്ലെങ്കിലും അതിന്റെ തൊട്ടു മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഈ ലോകത്ത് എക്കാലത്തും ഡിഗ്നിറ്റിയോടുകൂടി പറയുന്നതൊക്കെ അന്തസ്സുള്ളതാകണം, ചെയ്യുന്നതൊക്കെ അന്തസ്സുള്ളതാകണം, എല്ലാം അങ്ങേയറ്റത്തെ ഇസ്സത്തോടുകൂടിയുള്ളതാകണം എന്ന ഒരവസ്ഥ മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നതെങ്കിൽ ആ ഇസ്സത്തിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ദുനിയാവിന് വേണ്ടിയല്ല, ആഖിറത്തിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ആ പരലോകത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ചാൻസുകളാണ് അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഈ നോളജ് സിറ്റിയിലൂടെ, മർക്കസിലൂടെ, നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ മറ്റ് സ്ഥാപനങ്ങളിലൂടെ, നമ്മുടെ നേതാക്കളായ ആലിമീങ്ങളും സാദാത്യങ്ങളും അവർക്കെല്ലാ സഹായവും നൽകുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള നമ്മുടെ പ്രവർത്തകർ അവരൊക്കെ ചെയ്യുന്നത്
ആ ഇൻവെസ്റ്റ്മെന്റാണ്. അത് ഒരു ദീനാറ് കൊണ്ടായിരിക്കാം, ഒരു റിയാൽ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു രൂപ കൊണ്ടായിരിക്കാം. എത്ര ചെറുതാണെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ അത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റാണ്. തീർച്ചയായിട്ടും അല്ലാഹു തആല അത്തരം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ആഖിറത്തിൽ അതിന്റെ ഫലം നുകരാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന അൽഹംദുലില്ലാഹ് വളരെയധികം മാറ്റമാണ് ആരോഗ്യാവസ്ഥയിൽ. എന്നും ദർസ് നടത്തുകയാണ്, ബുഖാരി ദർസ്. ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് വരേണ്ടതുണ്ട്. നമ്മൾ നല്ലതുപോലെ ദുആ ചെയ്യണം. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ശിഫാഉൻ ആജിൽ നൽകുമാറാവട്ടെ, ശിഫാഉൻ കാമിൽ നൽകുമാറാവട്ടെ. നമുക്ക് പൂർവാധികം ശക്തിയോടെ നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ശൈഖുനായുടെ ഈ പദ്ധതികൾ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നമ്മളോ അതിന്റെ ആളുകളോ ഒക്കെ പ്രതീക്ഷിക്കുന്നതിലും വലിയ വിജയമാക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളൊക്കെ ഈ ആലിമീങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, സാദാത്തുങ്ങളെ ബഹുമാനിക്കുന്നത് കൊണ്ട്, അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ദീനും ദുനിയാവും ആഖിറവും സന്തോഷമാക്കി തരുമാറാവട്ടെ.